നമ്മൾ രാവിലെ എണീച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉപ്മാവാട്ടാ. ഊഷ്മാവും കടലക്കറിയും. അഖിലേഷൊക്കെ തീറ്റ അടയ്ക്കും. അഖിലേഷ് രാവിലെ ട്രക്കൊക്കെ എവിടെ പോയി? എങ്ങനെയായിരുന്നു? നമ്മള് പോയവിടെയാ തന്നാ എന്നിട്ടാ ഒരു പീസെങ്കിലും കൊണ്ടുവരാ. എന്ത് മനുഷ്യന്മാരാ നമുക്ക് പോകുമ്പോ വാങ്ങടാ. ആന്റി ആപ്പിൾ ഉണക്കിയതാണ്. പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ ഇപ്പൊ ക്യാബ് വരും. സ്ട്രേറ്റ് ടു മണാലി, സ്ട്രേറ്റ് ടു കസോൾ. ഇതാണ് ആപ്പിൾ ഉണക്കിയത്. നെയ്യൊക്കെ ഇട്ടിട്ട് മധുരം, ചെറിയൊരു പുളി, ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ നെല്ലിയൊക്കെ നമ്മൾ തേനിലിട്ടിട്ട് ഉണക്കില്ലേ? ഇത് തേനിലിട്ടാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. ഇനിയിപ്പോ തന്നെ അങ്ങനെ നമ്മൾ വീണ്ടും പാക്ക് ചെയ്ത് കസോളിലേക്കുള്ള യാത്ര അതൊന്നും വരുന്നില്ലെന്നാണ് ആരംഭിക്കാൻ പോവുകയാണ്. സൽമാൻ ബൈ ബൈ, സി യു. ഒരു ലക്ഷം കാണാം. യെസ്, അപ്പൊ ശരി, വിൽ മീറ്റ് അഗൈൻ. അപ്പൊ നമ്മള് ഓയരത്തിന് ടാറ്റ ബൈ ബൈ പറയുന്നു. ബൈ ബൈ, സി യു മീറ്റ് അഗൈൻ. ഓക്കെ, നമ്മൾ പോവാം. ലെറ്റ്സ് ഗോ ടു കസോൾ. നമ്മളെ വണ്ടിക്കാരൻ അവിടെ വന്ന് കാത്തുക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. പാവ മനുഷ്യൻ. ഇടിക്ക എടാ, ലോങ് ട്രിപ്പ് അല്ലേ, അപ്പൊ ഒരു 1/2 മണിക്കൂർ വൈകിനെ കൊണ്ടൊന്നും ആവൂല. പ്രശ്നം അങ്ങനെ അവസാനത്തെ ഫോർ ദ ലാസ്റ്റ് ടൈം വി ആർ വാക്കിംഗ് ത്രൂ ദ എക്കോ വില്ലേജ് ഷലീൻ. ഇതാണ് നമ്മളെ വണ്ടി ട്ടാ. ഇയാളുടെ 1 മണിക്കൂർ നിൽക്കുന്നു. We started the journey to Kasol. കഞ്ചാവിന്റെ നാടായ കസോൾ. അതെ, ഞാനവിടെ കൃഷിക്കാരനല്ലേ, കർഷകനല്ലേ മേഡം. പാരാഗ്ലൈഡിങ് നിനക്ക് പേടിയുണ്ടോ? ഇഷ്ടമാണ്. എനിക്ക് പേടിയാ. ഗായ്സ്, അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ കസോളിൽ എത്തിയിരിക്കുന്നു. നോക്കൂ, കസോൾ ടൗൺ. ഞാൻ ഉറങ്ങി അത്യാവശ്യം. നോക്ക്, പശുവല്ല, കാള, പോത്ത് എന്തെല്ലാം ഉണ്ട്. കോഫി ഷോപ്പ് അത്. കസോൾ. എടാ, കസോൾ വേറെ മൂഡ് കേട്ടോ. ഈ മൂഡാണ് ഞാൻ പറഞ്ഞ മൂഡ്. കസോൾ ഇസ് ഡിഫറെന്റ് ബ്രോ. കസോൾ ചലാൽ എന്ന് പറഞ്ഞ വില്ലേജ് ആണത്. ഇത് പുഴയുടെ സൗണ്ട്. ഇവിടെ ഒരു ശാന്തി കഫേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ശാന്തി കഫേയില് ശാന്തിയാവും ഇവിടെ. അത് കഴിഞ്ഞ് മണിക്കരണിൽ പോയി ഗുരുദ്വാരയിൽ പോവും, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മള് ബർഷിനി വില്ലേജ്, അത് കുറച്ചപ്പുറത്താണ്. നാളെ അവിടെ സ്റ്റേ. ഓക്കെ എടാ, നമുക്കൊരു 3 ദിവസം ഇവിടെ തന്നെ നിന്നല്ല. അപ്പൊ ഇതൊക്കെ ചൂടുള്ളല്ലോ. അല്ലല്ല, എന്തൊരു ഫിനോമിനൻ അറിയില്ല അല്ലേ, എങ്ങനെയാ സംഭവിക്കുന്നേ? വോൾക്കാനോ മാഗ്മ, അതുകൊണ്ട് ചൂടാവുന്ന വെള്ളം. അതാണോ? ഓക്കെ.
വോൾക്കാനിക് ഫിനോമിനാണത്. അതാണ് നമുക്ക് പഠിപ്പിച്ചാൽ പറ്റില്ല. അതെ, ആശാനത് കയറ്റുന്ന അവിടെ തട്ടി. ആശാൻ തോറ്റ് പിൻവലിച്ചിരിക്കുന്നു. തോൽവി സംഭവിച്ച് ആശാൻ തിരിച്ചുപോയി. ചേട്ടൻ നോക്ക് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുന്ന ആൾക്കറിയാം. ഏകദേശം ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെ ആക്കി വെച്ചേക്കുന്നത്. ആ, തിരക്കില്ല. മണാലി പക്ഷെ നമ്മള് പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരക്കില്ല. സാധാരണ ഒരു വില്ലേജ് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ആർട്ടിസ്റ്റിക് ടൈപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ വില്ലേജ് ഒന്നും പെട്ടെന്നൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. കാട്ടിലെ നീറുകൾ അനേകം നമ്മൾ ആ ഒരു തിരക്കിൽ നിന്ന് വളരെ നിശബ്ദതയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും ബിസി ആട്ടാ, ആരും മറ്റേ പഠിക്കാൻ വേണ്ടി. ഏതാ 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 ലാൻഡ്സ്കേപ്പ്? എത്ര ഇപ്പൊ എനിക്ക് തോന്നുന്നു 500 മീറ്റർ ആയാലും നടക്കാൻ വേണ്ടിട്ട്. കഫേ, പിസ്സ, ദോശ, ബ്രൗണി, മാഗി, ബിരിയാണി, ഉത്തപ്പം, ടീ, കോഫി. നമ്മുടെ കഫേന്റെ ഒരു ശാന്തി കഫേ. ബാക്കിയുള്ളമാരൊക്കെ ഇത് കാട്ടണോ? നോക്ക് മാൻ വിഷയം. ഇതാ ശാന്തി കഫേ. ശാന്തിയാ പോണ പുഴത്തീരത്താട്ടാ ശാന്തി കഫേ. കുതിരയും കഴുതിന്റെയും ഹൈബ്രിഡ് ഇല്ലേ, അതിനെന്താ പറയാ? എന്താ പറയല്ലോ. ഇവിടെയാണ് അടുത്ത സ്റ്റേ. ചലാല സ്റ്റേ, ബർഷിനി ചലാല സ്റ്റേ, ശാന്തി കഫേ. ഇതാണ് നമ്മളെ റൂം. എല്ലാരും വെട്ടിയിട്ട പൂത്തിനെ പോലെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ലൊക്കെ തീർന്ന്. നിനക്ക് ഇറങ്ങി എണീച്ചാ? നല്ല വ്യൂ കാണിച്ചു. എടാ സുഹേലോടെ പോടാ. സുഹേലോടെ പോയി നോക്ക്. ഏതാ? ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സുഹേല്? അതാ അവിടെ ടെന്റുകളാട്ടോ. എടാ അതായത് ബിസ്ക്കറ്റെങ്കിലും ഉണ്ട്, എന്തെങ്കിലും. ഇപ്പൊ മരിച്ചു പോകും മനുഷ്യൻ. മണികരൻ ഗുരുദ്വാര ഫ്രീ ഫുഡ് അടിക്കാൻ പോന്നാ. അതിന് മുന്നേ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം, അല്ലെങ്കിൽ മരിച്ചു പോകും. കുഴപ്പമൊന്നുമില്ല, നമ്മള് പ്ലാൻ മാറ്റി. പ്ലാൻ മാറ്റിയത് പറ. അതായത് അവിടെ പോയിട്ട് തിരിച്ചെത്താൻ പേടിയെന്നല്ല, ബസ്സില്ല ഇങ്ങോട്ട് തിരിച്ച സമയത്ത്. അപ്പം പിന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെയൊക്കെ വില്ലേജ് ഒന്ന് കറങ്ങാമെന്ന്. കസോൾ പോയിട്ട് കസോൾ ടൗണിൽ വിഷയം കുട്ടികളുണ്ട്. കസോൾ ടൗണിന്റെ ഭയാനകമായ ഭംഗി ആസ്വദിക്കാൻ പോവാണ് നമ്മൾ. ഭയാനകമായ ഭംഗി എന്ത് ഭംഗിയടാ അത്? അങ്ങനെ ഒരു സാധനമുണ്ട്, ഭയാനകമായ ഭംഗി. ഇതിന്റെയൊക്കെ ഉള്ളിലൊരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നില്ല. ഉണ്ട്, കാടടാ, നോക്കടാ. കാല് നോക്ക്, സുഹേല് പോ നോക്ക്. ഇതാ സുഹേലാണ്ടാ. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ നോക്കുമ്പോ ഇങ്ങനെ ഇടയിൽ കൂടെ നോക്കുമ്പോ അതിന്റെ അറ്റത്ത് കാണുന്ന എന്താ കാണുന്നത് കണ്ടോ? മഞ്ഞ്. ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നറാ.
10 है ना 20 का देते यहाँ पे 20 का देते हैं MRP 10 है. पे 10 लिखा है Montari puta. കൊള്ളാമെന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാവോ. ചലിക്കാം. ബിസ്ക്കറ്റ് ബ്രേക്ക് കഴിഞ്ഞു. ഉപ്പ് എന്റെ മുകളിലേക്ക് ഉപ്പരുത്. കേക്ക് കാണിച്ചാലേ ഞാൻ കണ്ടു നല്ലൊരു ബ്ലാക്ക് കേക്ക്. ഞാൻ കാര്യം പറയട്ടെ, എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലേ കേക്ക് ഉണ്ടാക്കണം. അത്ര ഉണ്ടാക്ക് ഇറക്കണോ? ഇറന്നോണ്ടിരിക്കുക ഞാൻ. മനസ്സിലായില്ലേ? കേക്ക് ഉണ്ടോ? ഇതാണ് ബ്രൗണി കേക്ക്. അല്ല നല്ല കേക്ക് വേണ്ട. അപ്പി 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 എന്നാ പെറുക്കിട്ട് അത് കിട്ടുന്നില്ല. പിടിച്ചു വെച്ചേക്കുന്ന ഞാൻ നടക്കാൻ വാ. ഫുഡ് കഴിക്കാം. എനിക്ക് കാട്ടിലേക്കായിരുന്നു കയറി പോണ്ടേ. കാട്ടിലോട്ട് കയറി പോകണം. നാളെ പോവാം. നാളെ സമയം നാളെ നമുക്ക് കുളിക്കാൻ പോലോ. അവിടെ ഉണ്ടോ? അവിടെയാണ് വലുതാ. എന്നാ മതി. ഭയങ്കരമാണത്. ഉണ്ടായാ മതി. This is Kasol town. കസോൾ മാർക്കറ്റ്. കസോൾ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ എനിക്ക് തോന്നിയെന്നറിയോ, ഇവിടെയും മറ്റെവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ബസ്സൊക്കെ വന്നിറങ്ങുമ്പോഴത്തേക്കും ജയ്പൂരിൽ കണ്ടില്ലേ വലിച്ചോണ്ട് പോകാൻ കുറേ നാറികൾ വരുന്നേ. ക്യാബ് സാർ ക്യാബ് ക്യാബ് ക്യാബ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇവിടെ. ഭയങ്കര നീറ്റാ, കച്ചറിയില്ല. പിന്നെ ആൾക്കാർ ക്യാബിനൊക്കെ വിളിക്കുകയാണെങ്കിലും ആക്രാന്തില്ല ആൾക്കാർക്ക്. ഭയങ്കര മനസ്സമാധാനമുള്ള ആൾക്കാരാണ്. ശാന്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ. റോഡ് സൈഡിലുള്ളതൊന്നും ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ കീശറും കിട്ടുന്നില്ലാതല്ല, പൈസ ഇല്ല. അങ്ങനെ പറയില്ലേ. ശുഭം ഫാസ്റ്റ് ഫുഡ് ഇവിടെ ഉണ്ടാവുമല്ലോ. ആൻറ്റി ആയതുകൊണ്ട് നല്ല കൈപ്പുണ്യം ഉണ്ടാവും. ആൻറ്റിമാർക്ക് വണ്ടി കൈപ്പുണ്യം കൂടുതലാ. കസോൾ ടൗൺ കൂടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസം. കസോൾ ബസ്, ലോക്കൽ ബസ്. ഈ ബസ്സിലായിരുന്നു നമ്മൾ പോകണ്ടേ മറ്റേ മണികരൻ ഗുരുദ്വാരയിലേക്ക്. എടാ തുക്ക എന്ന് പറഞ്ഞ എന്തൊരു സാധനം? നേപ്പാളി ഡിഷ്. രാമൻ പോലെ തന്നെ. സൂപ്പ് പോലെ. സൂപ്പ് നൂഡിൽസ് ആണ്. ഓക്കെ. അത് ഇവിടെ മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്. മട്ടൻ്റെ അതാണ് നമ്മൾ തപ്പി കിടക്കുന്നത്, കിട്ടുമറിയില്ല. നമ്മൾ ഈ വന്ന സ്ഥലത്ത് തന്നെയല്ലേ പിന്നെയും പിന്നെ. അതെ, നമ്മൾ ഫുഡ് തപ്പി കിടക്കുന്നത്. ഞാൻ പോയി കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോകോ, നിങ്ങൾ പോകോ. വിളിച്ചാൽ മതി. പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ. പോകോ പോയി. അയാൾ പോയി. എന്തോ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ കാണാം. ബാക്കിയുണ്ടെങ്കിൽ കാണാം. ഒരു സിദ്ധുവിനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിദ്ധു വരട്ടെ. വണ്ടി നോക്കിക്കോളാം. ഒരു സിദ്ധു പോരട്ടെ. കമോൺ. റോഡ് സൈഡിലാട്ടിരിക്കുന്നേ. റോഡിന്റെ സൈഡ്. रोड का साइड है. നമ്മളെ ചിക്കൻ സിദ്ധുക്കുട്ടപ്പൻ വന്നിട്ടുണ്ട്. തീർക്കരുത്. ഇവിടെ ഒരു പാവം മനുഷ്യനും കൂടിയുണ്ട്. ആൽഫി പോയി. ആൽഫി ഇതാ പോന്ന്. സിദ്ധുവാണെങ്കിൽ തീരും ചെയ്തല്ല. എടാ ഇതിലൊന്നും ഇല്ലല്ലോ, സ്റ്റഫില്ലല്ലോ. ചതി. ഇതാണ് എന്തോ സാധനം. എന്റെ പേരെന്താ? തുപ്പേ. ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മൾ 7 പേര് കഴിക്കുന്നത് കേട്ടാ. എന്തൊരു കഷ്ടപ്പാടാ. ഭയങ്കര ടേസ്റ്റും നല്ല രസമുണ്ട്. സൂപ്പ് നല്ല രസമുണ്ട്. എങ്ങനെ സാധിക്കുന്നല്ലേ. കസോൾ മാർക്കറ്റ് നീ എന്താണ് എനിക്ക് വാങ്ങിച്ചത് സുഹേലേ? പറയൂ. എനിക്ക് ഒരു അടി മേടിച്ചു തരും. വേണ്ട. ബുക്സ്, പേഴ്സൊക്കെ ഉണ്ട്. നോക്ക് ഇവിടെ കുറെ
കയ്യിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നോക്ക്, കയ്യിലിടുന്ന ഇതൊക്കെ രസമുണ്ട്. ഡോൺ ടച്ച് ചില്ലം. അത് ശരി, പോവാ, നടക്ക്, വാ, നമുക്ക് അടുത്ത പിടിക്കാം. ഞാനും ബേസിൽ മമ്മൂട്ടി കയറിയല്ല. അത് അത് ഈ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ നല്ല രസമില്ലേ? ചെറിയ 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 ബാഗുകൾ എല്ലാം നല്ല വിലയായിരിക്കടാ. ആൻറ്റി ആ ചേച്ചി തയ്ക്കുന്ന കേട്ടോ, തയ്ച്ചുണ്ടാക്കുന്നേ അല്ലേ? നൈസില്ലേ ഇത്? ആ ആ എടാ ഇത് 300 രൂപ. അവരടുത്ത് നമ്മൾ ഒഴിഞ്ഞു മാറി, അവൾ ഒറ്റയ്ക്ക്. ആ കച്ചറട്ടീസ്, ശല്യങ്ങൾ ശല്യങ്ങൾ എങ്ങോട്ട് പോയാലും അപ്പം പുറത്തു വരും. ആ നമ്മളങ്ങനെ രണ്ട് കട്ടൻ ചായ കുടിച്ച് അത്ര കാലം വീട്ടിൽ നിന്നല്ലാണ്ട് കട്ടൻ ചായ. അതെ ഫുഡ് കഴിച്ചിട്ട് കുടിച്ചു പോകും. ചുമ്മാ 2-3 സ്പൂണ് സൂപ്പ് കുടിച്ചപ്പോഴത്തേക്ക് 600 രൂപ. എങ്ങനെ ജീവിക്കുന്ന കാര്യം കൊള്ളാല്ലേ? ലെമൺ ടീ നോർമൽ ടീ, ഒരു ലെമണും ഫ്രീ ആവുന്നുണ്ട്. കൊള്ളാം, നല്ല നല്ല ചായ. നമുക്ക് കുഞ്ഞു പൗച്ച് കുഞ്ഞു ബാഗ്. കുഞ്ഞു ബുക്ക്, നല്ല കുഞ്ഞത്. ഇവിടെന്താ? ഓ സീൻ വലുതന്നെ പറഞ്ഞു. നീ ഏതാണ്ട് ഫോട്ടോ നോക്ക്. നമ്മൾ തിരിച്ച് ശാന്തി കഫേയിലേക്ക് പോവാണ്. ഇതെന്താ അത്? ഓ ചിന്നി പാലത്ത് കൂടെ കയറി വന്നിട്ടാ വിഷയം. അതാ രാത്രി അവൻ കൊണ്ടുവന്നിട്ടാ. ഇവിടെ എനിക്ക് വന്ന് ഒച്ചപ്പാടും ബഹളാവുന്നു കൊറേ. ഇസ്രായേലി വില്ലേജ് എന്ന് പറയാം, മിനി ഇസ്രായേൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഫുൾ ഇസ്രായേലിസും പാർട്ടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഡെയിലി ഉണ്ടാവും. ഇതൊക്കെ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. യെസ്, നമ്മളങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള. ഇത് എന്തരുത്? എന്താ ഗെയിമാ? എടാ ഗെയിം കളിക്കാം, സുഖിക്കാം അങ്ങോട്ട്. വളത്തേണ്ടികള് ഏതാ? ഇതിവിടെ ഉണ്ടായിരുന്നു ഒന്നില്ലേ? ഇത് നേരത്തെ കണ്ടില്ലല്ലോ. ഒന്ന് നീരിക്കാൻ അങ്ങോട്ട് കിടക്കുവാ. ഞാനീ മൂലം കിടന്നോളാം, അല്ലെങ്കിൽ നടുക്ക് കിടന്നോളാം. നല്ല രസമുണ്ട് സെയിൽ. ഇതെന്താ നിങ്ങൾ കളിക്കുന്നേ? ഇതെന്താ? ഇതെന്താ ഒതല്ലോയോ? എങ്ങനെ കളിക്കാ? ഫുഡ് കഴിച്ചിട്ട് കളിക്കാം. എന്നാല് നമ്മള് റൈസ്, റൊട്ടി, ചിക്കൻ കറി. ചിലയിടത്ത് ഗെയിം, ചിലയിടത്ത് ഫുഡ്. അങ്ങനെ കഴിക്കായിരുന്നിട്ട് മലന്നടന്ന് ഗെയിം കളിക്കാ. എന്തൊരു ജീവിതല്ലേ. ഞാൻ ഉറങ്ങട്ടെ. കളിയൊക്കെ കഴിഞ്ഞിട്ട് വാട്ടാ. വാ പോയിട്ടൊന്നും കിടന്നുറങ്ങാം.